ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മളൊരു മലബാർ ഡിഷാണ് ചെയ്യാൻ പോകുന്നത്, മീൻ പത്തിരി. അതും നമ്മൾ ഇഡ്ഡലി തട്ടിലാണ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കുക, വാഴയിലൊന്നും തപ്പിയിട്ട് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ് മീൻ പത്തിരി. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് 3 വലിയ ഉള്ളി ചെറുതായിട്ട് മുറിച്ചത് ചേർത്ത് കൊടുക്കുക. കനം കുറച്ച് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് അതൊന്ന് വഴറ്റിയെടുക്കാം. അത് നന്നായിട്ട് തന്നെ വാടി വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇപ്പോൾ ഇത് ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 5 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് ഗരം മസാല പൊടിയും കൂടി ചേർത്തിട്ട് അതൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. ആ പച്ചമണക്കൊന്ന് മാറുന്നത് വരെ അതൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ അയിലയാണ് എടുത്തത്. ജസ്റ്റ് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പുരട്ടിയിട്ടൊന്ന് പൊരിച്ചെടുത്തിട്ട് അതിൽ നിന്ന് മുള്ളൊക്കെ ഒന്ന് കളഞ്ഞിട്ടെടുത്തതാണ്. അപ്പോൾ യൂഷ്വലി എല്ലാവരും അയക്കൂറ വെച്ചിട്ടാണ് മീൻ പത്തിരി ചെയ്യാറ്. അപ്പോൾ ഈ അയില വെച്ച് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഫ്രഷ് വല്ല അയിലൊക്കെ കിട്ടുകയാണെങ്കിൽ എന്തായാലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കാം. നല്ല ടേസ്റ്റി ആയിരിക്കും. ഇനി അതിലേക്ക് 1 ചെറുനാരങ്ങയുടെ നീര്, പിന്നെ 2 ടേബിൾ സ്പൂണ് മല്ലിയില, അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂണ് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. ചെറുതായിട്ട് മുറിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് അത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 5 മിനിറ്റ് വരെ അതൊന്ന് സോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മാവ് ഉണ്ടാക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു ജാറിലേക്ക് 2 കപ്പ് ചിരവിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ചേർക്കുന്നത് പച്ചരിയാണ്. അപ്പോൾ 1 കപ്പ് പച്ചരി 6 മണിക്കൂർ വരെ ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചരിയാണ്. അതും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് 1 കപ്പ് സവാള മുറിച്ചതും പിന്നെ 1 ടേബിൾ സ്പൂണ് പെരിഞ്ജീരകവും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 2 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് അതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അരക്കുമ്പോൾ നല്ലോണം അരക്കരുത്, ഇങ്ങനെ തരിതരി പോലെ ഉണ്ടാവണം. ജസ്റ്റ് അതൊക്കെ ഒന്ന് അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് അരച്ചെടുത്താൽ മതി. കാരണം നന്നായിട്ട് അരിയാൻ പാടില്ല, തരിതരി പോലെ ഉണ്ടാവണം. ആ ഒരു പാകത്തിൽ വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. നമുക്ക് കുഴച്ച് മാവാക്കാൻ വേണ്ട അത്രയും അരിപ്പൊടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ കുഴച്ച് മാവാക്കി എടുക്കുക. അപ്പം മാവ് നല്ലോണം സ്റ്റിക്കിയോ ആവരുത്, അതുപോലെ തന്നെ ഭയങ്കര ഹാർഡും ആവരുത്. നമുക്ക് ആ ഒരു ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന, ഷേപ്പ് ആക്കി എടുക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഇതിൽ കുഴച്ചെടുക്കുക. ഇനി നമ്മളിത് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് ഇഡ്ഡലി തട്ടിലാണ്. അപ്പോൾ അതിനായിട്ട് ഇഡ്ഡലി തട്ടിൽ ഒന്ന് ഓയിൽ തേച്ച് കൊടുക്കുക. എന്നിട്ട് കൈക്കൊക്കെ ഒന്ന് ഓയിലാക്കിയിട്ട് ഇതുപോലെ ആക്കി ഷേപ്പ് ആക്കിയിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ നല്ല തടിച്ചതാക്കരുത്, കാരണം നന്ന തടിച്ചതിന് അത് കഴിക്കുമ്പോൾ രസം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് നേരിയ ഷേപ്പ് ആക്കുക. എന്നിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഫില്ലിങ് നല്ലോണം തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവുക കഴിക്കാൻ. ഫില്ലിങ് നല്ലോണം വേണം, എന്നാലാണ് മീൻ പത്തിരി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി അതിൻ്റെ മേലെയും ഇതുപോലെ ആക്കിയിട്ട് മേലെ ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് ആ സൈഡ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അത് നന്നായിട്ട് ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ അതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം. ഒരു അരമണിക്കൂർ വരെ വെച്ചാൽ മതിയാവും, നല്ലോണം കുക്കായിട്ട് കിട്ടും. അപ്പോൾ ഇതാ നല്ല അടിപൊളി മീൻ പത്തിരി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അയിലയിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കുക, കാരണം നല്ല ടേസ്റ്റിയാണ്. എനിക്ക് അയക്കൂറേക്കാളും കൂടുതൽ ടേസ്റ്റി അയിലയിലാണ് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടാണ് നിങ്ങളോട് ഇത് തന്നെ ട്രൈ ചെയ്യാൻ പറയുന്നത്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടേക്ക് കെയർ ആൻഡ് ബൈ ഫ്രം സിംപ്ലി മൈ പാഷൻ.